ഇന്ന് നമുക്ക് തമിഴ്നാട് സ്പെഷ്യൽ തക്കാളി തൊക്ക് ഉണ്ടാക്കാം. അതിന്റെ രുചി കൂട്ടാനുള്ള 2-3 ഇൻഗ്രീഡിയൻസും നമുക്ക് കാണാം. ഇത് ചപ്പാത്തി, പൊറോട്ട, ചോറ്, ദോശ, ഇഡ്ഡലി അങ്ങനെ എന്തിന്റെ കൂടെയും പോകുന്ന ഒരു കറിയാണ് കേട്ടോ. ഒരു സെമി ഗ്രേവി കറി. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാവർക്കും വെജ് കേരളയുടെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ കറിക്ക് വേണ്ടി ഞാനൊരു 600 ഗ്രാം തക്കാളി എടുത്തിട്ടുണ്ട്. 500 മുതൽ 600 വരെ എടുക്കാം. ഇത് നല്ല പഴുത്ത, നല്ല ചുമന്ന നിറമുള്ള തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതാണ് ഈ ഒരു കറിക്ക് നല്ലത്. തക്കാളി ഇതേപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നത് കൊണ്ട് പെട്ടെന്ന് കുക്കാകുകയും ചെയ്യും, പെട്ടെന്ന് അലിഞ്ഞ് കിട്ടുകയും ചെയ്യും. ഇനി ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതിലേക്ക് ഒരു 1/2 കപ്പിന്റെ 1/4 ഭാഗത്തോളം എള്ളെണ്ണ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം ചേർക്കുന്നത് കടുകാണ്. 1 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ ഈ സമയത്ത് കടലപ്പരിപ്പ് ഇഷ്ടമുള്ളവർക്ക് കടലപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉഴുന്നുപരിപ്പ് ഒരേപോലെ ചൂടാവാൻ വേണ്ടിയിട്ടാണത്. കടുകൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 40 ഗ്രാം ഉണ്ട്. അതായത് ഏകദേശം 20 അല്ലിയോളം ഞാൻ എടുത്ത് പകുതിയായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒന്ന് മൊരിഞ്ഞ് കിട്ടണം നമുക്ക് ചെറുതായിട്ട്. പക്ഷെ ഏകദേശം പകുതി പാകാവുമ്പോൾ നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതിൽ നിന്ന് എരിവ് ഇറങ്ങണമെന്നേ ഉള്ളൂ. പച്ചമുളക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി പച്ചമുളകിന്റെ നിറം ഒന്ന് മാറി തുടങ്ങുമ്പോൾ, അതായത് അതിന്റെ തൊലിപ്പുറത്ത് ചെറിയ വെളുത്ത പാടുകൾ കണ്ടുവരുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് കറിവേപ്പില 1-2 തണ്ട് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്തിട്ട് വഴറ്റൽ കണ്ടിന്യൂ ചെയ്യാം. കറിവേപ്പില ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് അരിഞ്ഞു വെച്ച വല്യുള്ളിയാണ്. പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഒരു വലിയ വല്യുള്ളി തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. വല്യുള്ളി ചേർത്തതിന് ശേഷം വഴറ്റൽ തുടർന്നുകൊണ്ടിരിക്കാം. ഇനി ഈ വല്യുള്ളി ഒന്ന് നന്നായിട്ട് സോഫ്റ്റായി ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു വരുന്ന ആ പാകത്തിനാണ് നമുക്ക് എത്തേണ്ടത്. വല്യുള്ളിയും ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചെറുതായിട്ട് മൊരിഞ്ഞു വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ചുമന്ന മുളക് പൊടി 1.5 ടീസ്പൂൺ, കാശ്മീരി ചില്ലി അതൊരു 1.5 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് മൂന്നും ചേർക്കുന്നതിന് മുന്നേ തീ ഒന്ന് കുറച്ച് വെക്കുകയോ അല്ലെങ്കിൽ തീ ഓഫ് ആക്കുകയോ ചെയ്യാം. എന്നിട്ട് വേണം ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ. ചട്ടിയിലുള്ള ആ ചൂട് തന്നെ മതി ഈ പൊടികളൊക്കെ ഒന്ന് പാകാവാൻ. പൊടികൾ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം, പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ. പൊടികളുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ തീ വീണ്ടും മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച 600 ഗ്രാം തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ആ ചേർത്തിട്ടുള്ള മസാലയൊക്കെ തക്കാളിയിലൊന്ന് പെരണ്ടി വരുന്നത് പോലെ ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമ്മൾ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ കല്ലുപ്പാണ്. കല്ലുപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനി അടച്ചു വെച്ച് വേവിക്കാം. തക്കാളി നന്നായിട്ട് വെന്തുടയുന്നത് വരെ ഒരു 3-4 മിനിറ്റ് എടുക്കും കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് പുളിവെള്ളമാണ്. പുളിവെള്ളം ഒരു ചെറുനാരങ്ങ സൈസിലുള്ള, ഒരു മീഡിയം സൈസ് ചെറുനാരങ്ങ സൈസിലുള്ള എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇതിലുള്ള നാരും അതിന്റെ ഹാർഡ് പാർട്ടും എല്ലാം കളഞ്ഞ് ബാക്കി ഒരു ജ്യൂസായിട്ട് നമ്മൾ എടുക്കും. ഇതായിപ്പോൾ 4 മിനിറ്റ് കഴിഞ്ഞ് അടപ്പ് തുറന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാം ഇത് തക്കാളി നന്നായിട്ട് വെന്ത് ഒരു ജ്യൂസ് പരുവായിട്ട് ഒരു തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ 4 മിനിറ്റിന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അത് മറന്നു പോലെ. ചിലരൊക്കെ ഈ സമയത്ത് ഈ ഗ്രേവി എടുത്ത് മിക്സിയിലിട്ട് അടിച്ച് കൂടുതൽ സ്മൂത്ത് ആക്കും. അങ്ങനെയും ചെയ്യുന്നവരുണ്ട് ഈ തക്കാളി തൊക്ക്. പക്ഷെ നമ്മൾ കുറച്ചൊരു ടെക്സ്റ്റേർഡ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ആദ്യത്തേത് കടുകും ഉലുവയും സമാസമം വറുത്ത് പൊടിച്ചതാണ്. അതിൽ 1 ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ ഇവിടെ. അതിലധികം ആയാൽ അച്ചാറിന്റെ എഫക്റ്റ് വരും. ഒരു 1/4 ടീസ്പൂൺ കായത്തിന്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ പുളി ഉപയോഗിക്കുന്ന കറികളിലൊക്കെ 1-2 നുള്ള് ഉലുവയും കൂടെ ഒന്ന് ചേർത്ത് നോക്കൂ കേട്ടോ. നമ്മളെ ടേസ്റ്റ് നല്ലൊരു മണവും രുചിയും കിട്ടും.
ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പൊടിച്ച ശർക്കരയോ ചീവിയെടുത്ത ശർക്കരയോ ഒരു 2 ടേബിൾ സ്പൂൺ നമുക്ക് ചേർക്കാം. സാധാരണ തക്കാളി തൊക്കിൽ ഇതാരും ചേർത്ത് കാണാറില്ല, പക്ഷെ ഇത് നല്ലൊരു ടേസ്റ്റ് തരും കേട്ടോ. ഈ സമയത്ത് തന്നെ നമുക്ക് ഉപ്പും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം, കുറവാണെങ്കിൽ കുറച്ച് കൂട്ടി കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് അടച്ചു വെച്ച് 1 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാനുണ്ട്. ആ പുളിയുടെ പച്ചപ്പൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒന്നും ചേർക്കാനില്ല, നമ്മുടെ തക്കാളി തൊക്ക് ഇവിടെ റെഡിയാണ്. ഇതിനെക്കാട്ടും സ്മൂത്ത് ടെക്സ്ചറാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ പുളിയൊക്കെ ചേർക്കുന്നതിന് മുന്നേ ഒന്ന് അരച്ചെടുത്തിട്ട് വീണ്ടും പാനിലേക്കിട്ട് ഒന്നുകൂടെ ചൂടാക്കി എടുത്താൽ മതി. അടുത്ത തവണ നിങ്ങൾ തക്കാളി തൊക്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞ ആ 3 സീക്രട്ട് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് ആ രുചിയിലുള്ള വ്യത്യാസം നന്നായിട്ട് മനസ്സിലാവും. ഇനിയൊന്നുമില്ല, നമുക്ക് പ്ലേറ്റിംഗ് ചെയ്യാം, ഒരു ഫോട്ടോ എടുക്കാം. അപ്പോൾ ഇതുവരെ ക്ഷമയോടുകൂടി കണ്ട എല്ലാവർക്കും വലിയൊരു താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.